കോട്ടയം രൂപത നേതൃത്വ സംഘടനയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി രംഗത്ത്. രൂപതയിൽ നടക്കുന്ന അഴിമതികളും അനാശാസ്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇതിനെതിരെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും ഒറ്റപ്പെടുത്താനായി കൂതാശകൾ മുടക്കുകയും കുടുംബങ്ങളെ രൂപത ഉപേക്ഷിച്ചു പോകുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ വിശ്വാസികളുടെ പണം ഉപയോഗിച്ച് സ്വാധീനിക്കാനും രാഷ്ട്രീയ അധികാരവും പോലീസ് അകമ്പടിയും ദുർവിനിയോഗം ചെയ്ത് നിശബ്ദരാക്കുവാനും രൂപത നേതൃത്വം ശ്രമിക്കുന്നുമുണ്ട്. നിവൃത്തി കേട്ടാൽ നീതിമാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് പത്രസമ്മേളനം വിളിച്ചു ചേർക്കേണ്ടി വന്നതെന്നും KCS പ്രസ്താവനയിൽ പറയുന്നുണ്ട്. രൂപതാ മെത്രാനെ നേരിൽ കണ്ട് പ്രതിഷേധവും ആശങ്കകളും ബോധ്യപ്പെടുത്താനുള്ള അവസരം നിഷേധിച്ചതിനാൽ പരസ്യമായി രംഗത്ത് വരാൻ തീരുമാനിച്ചതായി സൊസൈറ്റി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ പ്രസ് കോൺഫറൻസിൽ ഇതൊക്കെ പറയാൻ കാര്യം നിവൃത്തികേടുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് സംസാരിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ആളുകൾ ജ്ഞാനായ സമുദായത്തിലുള്ള കോട്ടയം രൂപതാംഗങ്ങൾ പ്രത്യേകിച്ചും അറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കേണ്ടതായിട്ടുള്ളത്. ഈ അഴിമതി അനാശാസ്യം എന്നിവ ചെയ്യുന്ന വൈദികരുടേത് രൂപത അവരോടുള്ള രൂപത സ്തുതിപാഠകരെ ഉണ്ടല്ലോ, അവരെ സംരക്ഷിക്കുവാനുള്ള ഈ ശ്രമം ഇത് നിർത്താം. അതുപോലെ ഇവരെ വിമർശിക്കുന്നവർക്കെതിരെ ഇവർ കേസ് കൊടുക്കും. ഈവൻ വാട്സപ്പിൽ പോലും ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ സൈബർ സെല്ല് വഴി കേസ് കൊടുക്കാൻ ഇവർക്ക് നല്ല കഴിവാണ്. ഇപ്പം ശിവൻ ചേട്ടൻ കുറച്ചൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, അഭയ കേസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ ഈ ഒരു ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അങ്ങനെയുള്ള കുറെ വ്രതങ്ങളുണ്ടല്ലോ ഇവർക്ക്, അനുസരണ, ഇതെല്ലാം ഭയങ്കര വ്രതങ്ങൾ എടുക്കുന്ന വൈദികര് ആണെങ്കിൽ ഈ പിണർക്കയിൽ അച്ഛന് ഈ കോടികൾ എങ്ങനെയാ കിട്ടിയേ? നോട്ടരട്ടിക്കാൻ ചോദിക്കട്ടെ, തിരക്കണ്ടേ? ഇത് രേഖാമൂലം മെത്രാനച്ഛനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനോ ഉത്തരം പറയാനോ ഒന്നും മെത്രാൻ തയ്യാറല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ സമുദായം മറ്റുള്ളവരുടെ മുമ്പിൽ എളിപ്പരാവുകയാണ് എന്നത് അറിയിക്കാനാണ് അപ്പോയിൻമെന്റ് ചോദിച്ചത്, തന്നില്ല. ഇനി അടുത്തതായിട്ട് വേറൊരു സംഗതി, ഈ ക്രാനായിക്കാരെന്ന് ഇവിടെ പറയുന്നവര് ക്രായ് തോമായുടെ ആ ഒരു പേരും പറഞ്ഞാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. ഒരു ക്രായ് തോമായുടെ പ്രതിമയും കൊണ്ട് കോട്ടയം അരമന മുറ്റത്ത് വന്നപ്പോ ആ പ്രതിമയെ പോലീസ് കസ്റ്റഡിയിലേക്ക് കാക്കതൂറാൻ വിട്ട രൂപതാ നേതൃത്വം, അത് കൊണ്ടുവന്നവർക്ക് എതിരെ ക്രിമിനൽ കേസ് എടുക്കുന്ന രൂപതാ നേതൃത്വം. അപ്പൊ ഇതിന്റെ വിരോധാഭാസം മനസ്സിലാക്കണം. ഇവർക്ക് സമുദായത്തെക്കാൾ വലുത് ഫ്യൂഡലിസ്റ്റ് മനോഭാവമുള്ള അധികാരത്തിന്റെ ആ ഒരു അംശവടിയുണ്ട്. അത് വെച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ആർക്കെതിരെയും കേസെടുക്കുക. ഈ കഴിഞ്ഞ ദിവസം നീണ്ടൂര് നമ്മുടെ മെത്രാനച്ചൻ വന്നപ്പോൾ ഇവിടെ കുറെ പോലീസുകാരെയൊക്കെ കണ്ടു. ആരാ പോലീസിനെ വിളിച്ചതെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ മെത്രാനച്ചൻ വാതുക്ക വഴി സാധാരണ കയറുന്നതാണ്, പിന്നാമ്പുറം വഴി വന്ന് കയറി അതിന്റെ പ്രസംഗം ചേച്ചി കൂടാണ്. ഇതൊക്കെ കോട്ടയം രൂപതയുടെ ഇടവകളിൽ ഒരു മെത്രാന്മാരും ചെയ്തിട്ടുള്ള പണിയല്ല. അടുത്തത് 302 സർക്കുലർ നമ്പർ 302 എന്നും പറഞ്ഞൊരു സംഭവം. അത് ഇത്രയേ ഉള്ളൂ. ക്വാസി ഡോമസിൽ ഇങ്ങനെ കുറെ കടിച്ചപ്പെട്ടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ദൂരോട്ട് മാറി കഴിഞ്ഞാൽ, കോട്ടയം രൂപതയുടെ അതിർത്തി വിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോട്ടയം രൂപത അംഗത്വം നഷ്ടപ്പെടും. അതാണ് ഇവർ പറയുന്നത്. അത് ഏതൊക്കെയോ കാനൻ നിയമം ഉപയോഗിച്ചാണ് ഇത് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കോട്ടയം രൂപത എന്ന് പറയുന്നത് ഗ്രാനായക്കാർക്കല്ല, തെക്കമ്പാക ജനതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കത്തോലിക്ക സഭയിൽ രൂപതകൾ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. അന്ന് അന്യ സമുദായങ്ങളുമായിട്ട് കെട്ടുബന്ധത്തിൽ ഏർപ്പെടാത്തവരാണ് നമ്മൾ. അന്യ സമുദായങ്ങളുമായിട്ട് ഐക്യത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. ഈ ഉള്ള കാരണങ്ങളെല്ലാം കണ്ടുകൊണ്ട് കാനോനികമായിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ട ഒരേ ഒരു രൂപത ലോകത്തിലുള്ളത് കോട്ടയം രൂപതയാണ്. ആ കോട്ടയം രൂപതയുടെ അതിർത്തിക്ക് നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ അംഗത്വം നഷ്ടപ്പെടും. ഒപ്പം അവിടെയുള്ള രൂപതകളിലെ അംഗത്വം അവരെ എടുക്കാൻ നിർബന്ധിതരാക്കുകയാണ്. തെക്കുംഭാഗ ജനതയ്ക്ക് വേണ്ടി കാനോനികമായി നിലവിൽ വന്ന കോട്ടയം രൂപത ചില വൈദികരുടെയും മെത്രാന്റെയും വീറ്റോ പവറിന് കീഴിൽ വെറും ആജ്ഞാനുവർത്തികളുടെ കൂട്ടായ്മയായി മാറിയെന്ന് KCS ആരോപിച്ചു. അവർക്ക് 2 കണ്ണുകളും അടച്ചുകൊണ്ട് ഓശാന പാടുന്നവരായി മാറാതെ രൂപതയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട അഴിമതികളും അനാശാസ്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന ദൃഢനിശ്ചയത്തിലാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ഈ പറഞ്ഞ ഇവര് എടുത്തിരുന്ന ഇതിൽ വ്യക്തമായിട്ടും ഇതിലുണ്ട് എലിവേഷൻ ഓഫ് ദ proposed roof change addition and alteration of the
existing Holy Family Church building number so and so. അത് ഇതിന്റെ കോപ്പി നിങ്ങൾക്ക് കള്ളാർ പഞ്ചായത്ത് വെള്ളരിക്കുണ്ട് താലൂക്ക് കാസർഗോഡ് ഡിസ്ട്രിക്ട് എന്നും പറഞ്ഞാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിനാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്തത്. അപ്പൊ ടൗൺ പ്ലാനറും പഞ്ചായത്തും കൊടുത്ത പെർമിഷനെ അട്ടിമറിച്ചുകൊണ്ട് ഒറ്റ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഇത് അടിച്ചു പൊളിച്ച് നിരത്തി. അതായത് ഇവര് ആ നിമിഷം കൊണ്ട് ഇവര് ഏറ്റവും പവിത്രമായിട്ട് കാണുന്ന കുരിശിനെ അവര് ഇടിച്ചു നിരത്തി അടിച്ച് താഴ്ത്തിട്ട് കളഞ്ഞു. അത് ജനങ്ങളിലേക്ക് ഭയങ്കരമായ രോഷം ഉണ്ടാക്കി. അവര് വേണമെങ്കിൽ ഒരു ദേവാലയം, അത് ഫൊറോന ദേവാലയം തകർക്കും, ബാബറി മസ്ജിദ് തകർക്കുന്ന പോലെയാണ് ഇവരിത് തകർത്തത്. അപ്പം അങ്ങനെ ഒരു ദേവാലയം തകർക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോ അത് ചെയ്യണമെങ്കിൽ അതിന്റെ പല ഈ ദൈവികമായ കാര്യങ്ങളും ബലിപീഠവും എല്ലാം വളരെ ശുശ്രൂഷകളോടുകൂടി മാറ്റേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഇടിച്ചു നിരത്തുക അവർ ചെയ്തത്. അത് ജനങ്ങളിലേക്ക് ഭയങ്കരമായ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി. ഇപ്പൊ അത് കേസിലേക്ക് മാറി. ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത്, കുറച്ച് ശില്പത്തികളോടും എല്ലാവരോടും പറഞ്ഞത്, ഈ ദേവാലയം ഇടിച്ചു നിരത്തിയാൽ ഉടനെ ഞങ്ങൾ പണിയുന്ന. അപ്പം തന്നെ ഇവർ ഇടിക്കുമെന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് ജനങ്ങൾ അപ്പം തന്നെ കേസിന് പോയായിരുന്നു. അപ്പൊ കേസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സബ്ജക്ട് മാറ്റർ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ഇടിച്ചു നിരത്തിയത്. അപ്പോൾ സബ്ജക്ട് മാറ്റർ ഇല്ലാതാവുമ്പോൾ കേസ് തീരും എന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് വക്കീൽ ഒപ്പീനിയൻ കിട്ടി. പക്ഷേ വീണ്ടും കേസ് പുനരാരംഭിച്ചു. ഇപ്പം അവർക്ക് പണിയാൻ മേലാത്ത അവസ്ഥയായി. അവർ പോയിട്ട് ഇപ്പം കാണുന്ന എല്ലായിടത്തും ഈവൻ അടുത്ത മന്ത്രിയെ വരെ സ്വാധീനിച്ചു. പലരെ സ്വാധീനിക്കാൻ വലിയ ആൾക്കാരെ, ഇപ്പം മന്ത്രിമാരെ അല്ലാത്തവരെ എല്ലാം സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും ഇവർക്കത് നിർമ്മിക്കാൻ കഴിയുമെന്ന് അവർ നോക്കുന്നു. പക്ഷെ ഇപ്പൊ നടക്കുന്നില്ല. ജനങ്ങൾ ആ ലെവലിൽ ഇപ്പൊ ഇതിലേക്കൊക്കെ വരുന്ന നാൾ വഴികൾ ചെറുതായിട്ട് പറയേണ്ടതുണ്ട്. കാരണം ഈ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാകുന്നതിന്റെ ഒപ്പം ഇവർ 10-12 കൊല്ലം വൈദിക പട്ടം പഠിച്ചു കഴിയുമ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലാവും. പ്രപഞ്ചത്തിന്റെ വ്യാപ്തി വെച്ച് നോക്കിയാല് ഈ മതങ്ങളുടെ സ്ഥാനത്ത് നിന്നും ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഫിൻലാൻഡ് എല്ലാ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം മതങ്ങളെ നിരാകരിച്ച് മനുഷ്യബന്ധങ്ങൾക്കും സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കുക. അപ്പം അവിടെ ഏറ്റവും നല്ല അന്തരീക്ഷവും മനുഷ്യനിൽ ഏറ്റവും സന്തോഷം ഒഴിവാക്കുന്ന ജീവിതവും ഭൂട്ടാനിലും ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. യൂറോപ്പ് മുഴുവൻ ആ രീതിയിലേക്ക്, ചർച്ചുകൾ മുഴുവൻ ഇപ്പം അവരുടെ സാമൂഹിക ആവശ്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിക്കുക. ഈവൻ അവിടെ ബാർ വരെ നടക്കുക. അപ്പൊ പൊതുവില് ആ ഒരു പ്രപഞ്ചത്തെ പറ്റി സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായപ്പം അന്നത്തെ കാലത്ത് യേശു ക്രിസ്തു എന്ന നല്ല മനുഷ്യൻ കൃത്യമായിട്ട് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചു. അതല്ലാതെ യേശു ക്രിസ്തു ഒരു മതമൊന്നും സ്ഥാപിച്ചിട്ടില്ല. പിന്നീട് വന്ന ആൾക്കാര് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് മതമായിട്ടൊക്കെ ഇതിനെ രൂപവൽക്കരിച്ചത്. നമസ്കാരം, എൻ്റെ പേര് എം സ്റ്റീഫൻ ജോസഫ്, ഒരു ജ്ഞാനായ സമുദായാംഗമാണ്. അപ്പോൾ ഞങ്ങളിന്ന് വളരെ വിഷമിച്ച് ഞങ്ങളുടെ സമുദായ കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വന്ന ഒരു സ്ഥിതിയിലാണ് ഇന്നുള്ളത്. കാരണം രൂപതാ നേതൃത്വത്തെ പല രീതിയിലും ഞങ്ങളുടെ KCS എന്ന രജിസ്ട്രേഡ് സൊസൈറ്റി ഉണ്ട്, ജ്ഞാനായക്കാർക്കും വേണ്ടി മാത്രമുള്ള. അതിൽ നിന്ന് ഒരു കത്ത് കൊടുത്ത് രൂപതാ മെത്രാനെ ഒന്ന് കണ്ട് ഞങ്ങളുടെ വിഷമങ്ങൾ ഒന്ന് പറയണം. കാരണം ഈ രൂപതയിലെ പൗരോഹിത്യത്തിലുള്ള ആൾക്കാർ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് മുഴുവൻ സമുദായ അംഗങ്ങളെ ജനങ്ങൾ മുഴുവൻ കുറ്റപ്പെടുത്തുന്നു. ജ്ഞാനായ സമുദായം തന്നെ ഒരു റോട്ടൺ സമുദായമാണ്, ദ്രവിച്ച സമുദായമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. അതേസമയം ജ്ഞാനായ സമുദായം AD 345 തൊട്ട് ഇവിടെ വന്നിട്ട് ഉള്ള ആ സമുദായത്തിൽ നിന്ന് എത്രയധികം ചീഫ് സെക്രട്ടറി വരെ ഇവിടെ നിന്നുണ്ടായി. ആ കൂടെ ഈ പറഞ്ഞ എത്ര മിലിറ്ററി കേണൽസ്, ഞാൻ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അവിടെയൊക്കെ എത്ര കമാൻഡർമാരൊക്കെ ഈ സമുദായത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ജനസേവനം നടത്തുന്ന, രാജ്യസേവനം നടത്തുന്ന ഞങ്ങൾക്കെല്ലാം ആക്ഷേപകരമായ കാര്യങ്ങൾ ഈ അച്ഛന്മാർ അവർക്ക് ഈയിടെ അടുത്ത കാലത്തായി അവരുടെ വരുമാനം കൂടി.
അവരെല്ലാം മാനേജിങ് ഡയറക്ടേഴ്സ്, മാനേജിങ് മുഴുവൻ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. അപ്പം ഈ പറഞ്ഞ പണം കുമിഞ്ഞുകൂടി ഇവരുടെ ലോഹയിൽ അത്രയും കൂടുതലാകുമ്പോൾ ഇപ്പോൾ 25,000 കോടിയുടെയൊക്കെ സ്വത്തുക്കൾ ജലന്ധർ രൂപതയ്ക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയം രൂപതയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കളുണ്ട്. ഏതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനെയും വെല്ലുവിളിക്കാനുള്ള സ്വത്തുവകകൾ ഇവരുടെ കൈവശം ഉള്ളത് കൊണ്ടാണ് ഇവർ അഭയ കേസ് പോലുള്ള കേസുകളിൽ ഇടപെട്ട് അച്ഛന്മാർ കന്യാസ്ത്രീനെ, ഒരു പാവപ്പെട്ട ചെറിയ കന്യാസ്ത്രീയാണ്, ഒരു കന്യാസ്ത്രീ വ്രതജീവിതത്തിലേക്ക് അവർ വന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ അവരെയൊക്കെ തലക്കടിച്ച് കൊല്ലുക, കോടാലിക്കൈ കൊണ്ട് അടിച്ച് കൊല്ലുക, അങ്ങനത്തെ ഒരു ദുഷ്ടകർമ്മങ്ങൾക്കൊക്കെ ഇവർ ഇറങ്ങിപ്പുറപ്പെടും. ഞങ്ങളൊന്നും ആദ്യകാലത്ത് ഇത് വിശ്വസിച്ചിരുന്നില്ല. കാരണം ഞാനടക്കം എല്ലാവരോടും പറയാതെ ഒരച്ഛൻ വിശുദ്ധ കുർബാന കയ്യിലേറ്റി കേൾക്കുന്ന ഒരച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു കോടാലിമാട് കൊണ്ടൊരു കന്യാസ്ത്രീ പാവം കുട്ടിയെ തല്ലിക്കൊല്ലുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ വിചാരിച്ചിരുന്ന ഇവരൊക്കെ ഒരു ബഹുമാനപ്പെട്ട കോടതികളാണ് എല്ലാ ഭാഗങ്ങളും തെളിവുകളും ശേഖരിച്ച് അവസാനം അവരെയൊക്കെ ശിക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിപ്പം പലതരമുള്ള അച്ഛന്മാരല്ലേ ഇപ്പം ജയിലിൽ കിടക്കുക. റോബിൻ അച്ഛൻ, ഇപ്പം ഇതിൻ്റെ ഏറ്റവും തലവനായിരുന്ന ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന ആളുടെ പേരിൽ ഭൂമി കുംഭകോണത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസുകൾ, സിവിൽ കേസുകൾ, ഇവരെല്ലാം പണസമ്പാദനം ഇവർക്കൊരു പ്രധാനപ്പെട്ട ഒരു സന്തോഷം പകരുന്ന കാര്യമായി മാറി. ഇവരൊരിക്കലും എന്നാൽ ഒരു സന്യാസ ജീവിതത്തിലേക്കുള്ള ഒരു ന്യായമായ ജീവിതം നയിക്കാൻ അവർ തയ്യാറല്ല. അവർ കരുതുന്നത് കന്യാസ്ത്രീകളിലൊക്കെ അവരുടെ സ്വത്താണ്. ഇവർ ജനങ്ങൾ സ്തോത്രക്കാഴ്ച എന്നാണ് ഞായറാഴ്ച പിരിവുകൾ എന്ന് പറയുന്നത്. ആ പണം മുഴുവൻ ഇവരുടെ സ്വന്തം സ്വത്താണെന്ന് ഇവർ തെറ്റിദ്ധരിക്കുക. ജനങ്ങളുടെ സ്വത്തുക്കൾ അത് ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആ പണം. അതേസമയം ഞങ്ങൾ സാധാരണ പറയുന്നൊരു പറച്ചിലുണ്ട്, അതായത് ഈ കോളേജ് പണിയും അല്ലെ ആശുപത്രി പണി പൂർത്തിയാകുന്നിടം വരെ നമ്മുടെ കോളേജ്, കാരണം നമ്മളെക്കൂടെ അതിൻ്റെ അകത്ത് റോപ്പിൻ ചെയ്യാനും കൂട്ടിയിണക്കാനും വേണ്ടിയാണ്. അത് കഴിഞ്ഞ് പണി പൂർത്തിയായി കഴിയുമ്പം അന്നേരം പറയുന്നത് ഞങ്ങളുടെ കോളേജ്. അപ്പം ഞങ്ങൾ പിന്നെ അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു അഡ്മിഷന് ചോദിക്കണം, ഒരു നിയമനത്തിന് ചോദിക്കണം. അതിനെല്ലാം പണമാണ് മാനദണ്ഡം. പണ്ടൊക്കെ കോട്ടയം രൂപത ഒരു രൂപ പോലും ഈ ഞങ്ങളുടെ സമുദായാംഗങ്ങളിൽ നിന്ന് നിയമനത്തിനൊന്നും പൈസ മേടിച്ചിരുന്നില്ല. ഈയിടെ അവരൊക്കെ പൈസ മേടിക്കാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. പണത്തിൻ്റെ മേലെ ഇവർക്കൊന്നും കാര്യം, ഇവർ എല്ലാവരും മാനേജിങ് ഡയറക്ടേഴ്സ്, മാസ്റ്റേഴ്സൊക്കെ ആയിരിക്കുക. ഇപ്പം ഞങ്ങളൊക്കെ ഇവരുടെ ദാസ്യവൃത്തി ചെയ്ത് ജീവിക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. നിലവിലുള്ള പ്രധാന ആരോപണങ്ങൾ ഇങ്ങനെയാണ്. വിശ്വാസികളുടെ നേർച്ചപ്പണം ഉപയോഗിച്ച് സ്വന്തം കീശ വീർപ്പിക്കുവാൻ വേണ്ടി മാത്രം തിരുനാളുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നു. അതോടൊപ്പം അനാവശ്യങ്ങൾ കൊണ്ടും അഴിമതികൾ കൊണ്ടും കത്തോലിക്ക സഭയെ പോലും നാണം കെടുത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്.